ബയോ സവാർട്സ് ലോ. ബയോ സവാർട്സ് ലോ. സവാർട്സ് ലോ. ബയോ സവാർട്സ് ലോ. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചുകൊണ്ടിരുന്നത് മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റിയാണ്. അപ്പം മാഗ്നറ്റിസം എങ്ങനെയുണ്ടായി? ഒരു ചാർജ് മൂവ് ചെയ്തപ്പോൾ ആ മൂവിങ് ചാർജിന് ചുറ്റിനും എന്തുണ്ടായി? അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിനകത്ത് ഒരു ചാർജ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കറണ്ട് ഉണ്ടായി. ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റിനും എന്തുണ്ടായി? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ഒരിക്കലും ഒരു മാറ്ററിനെ അല്ല നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. നമ്മളൊരു സിംഗിൾ ചാർജിനെ അല്ലെങ്കിൽ സിംഗിൾ ചാർജിന്റെ കൺസെപ്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ സിംഗിൾ ചാർജിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് കയറ്റി വിട്ടാൽ എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം മുതൽ പഠിപ്പിച്ച കാര്യങ്ങൾ ഒരു എന്താ പറയുക, ഒരു 5 മിനിറ്റിൻ്റെ ഒരു ഇതുപോലത്തെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് നമ്മൾ ശരിക്കും പഠിക്കുന്നത് എന്താണ്, ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്റ്റേഡിന്റെ എക്സ്പെരിമെന്റ് ആയിരുന്നു. അതായത് മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റിനും കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും എന്ന് കണ്ടുപിടിച്ച സയന്റിസ്റ്റാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്റ്റേഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് നമ്മൾ പഠിച്ചു എന്താണ്, അതായത് മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് ഒരു ചാർജ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ആ ചാർജിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമെന്ന് പഠിച്ചു. അതിന് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. റൈറ്റ് ഹാൻഡ് പാം റൂൾ വെച്ചിട്ട് കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. സ്ക്രൂ റൂൾ വെച്ചിട്ട് കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. സ്ക്രൂ റൂൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്രൂ റൂൾ നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം. ഇനി സ്ക്രൂ റൂളിൻ്റെ നമ്മൾ ആ പറയുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ട് അങ്ങനെ ഞാൻ കാണിച്ചു തരാം. കുറച്ച് നന്നായിട്ട് മനസ്സിലാവും. അത് ആ സമയമാവട്ടെ. അപ്പോൾ ഈ ബയോ സവാർട്സ് ലോയുടെ ആപ്ലിക്കേഷനാണ് നമുക്ക് ആപ്ലിക്കേഷനകത്താണ് ഈ സ്ക്രൂ റൂളൊക്കെ അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം, ഒരു ചാർജിനെ മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ആ ചാർജിന് ഫോഴ്സ് ആക്ട് ചെയ്യും. പക്ഷേ അത് കയറ്റി വിടേണ്ട രീതിയുണ്ട്. പാരലായിട്ടോ ആൻറ്റി പാരലായിട്ടോ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഫോഴ്സ് ആക്ട് ചെയ്യത്തില്ല. അപ്പോൾ അത് മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യും. അതായത് സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ മോഷൻ. പെർപെൻഡിക്കുലർ ആയിട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അതിൽ എന്താണ്, ഫോഴ്സ് ആക്ട് ചെയ്യും, മാക്സിമം ഫോഴ്സ് ആയിരിക്കും. അതുമൂലം അതിന് സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ആ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഫ്രീക്വൻസി ഉണ്ടാവും, ടൈം പീരീഡ് ഉണ്ടാവും. ഇതൊന്നും എനർജിയും വെലോസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡെറിവേഷൻ നമ്മൾ ഇവിടുന്ന് പഠിച്ചായിരുന്നു, അല്ലേ? അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കേസിൽ നമ്മൾ ഈ പെർപെൻഡിക്കുലറും പാരലും അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ആംഗിളിൽ നമ്മൾ ചാർജിനെ മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനെ എക്സിക്യൂട്ട് ചെയ്യും, ഒരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതിൻ്റെ പരമായിട്ട് അതൊരു ഹെലിക്കൽ മോഷൻ ആയിരിക്കും പോകുന്നത്. അതായത് ഹെലിക്കൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ പോകുന്നതാണ്. അപ്പം അത് സ്ട്രെയിറ്റ് ലൈനുമാണ് എന്നാൽ വട്ടത്തിലുമാണ് എന്നുള്ളതാണ്. അപ്പം അത് അതിൻ്റെ കൺസെപ്റ്റും നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു, അല്ലേ? ഇനി ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോ സവാർട്സ് ലോ എന്ന് പറയുന്ന ലോയാണ്. ബയോ സവാർട്സ് ലോ എന്താണെന്നറിയോ പറയുന്നത്? അതായത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനും ചുറ്റിനുമുള്ള, നമ്മൾ ഇതുവരെ ഒരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിനെ പറ്റിയാണ് പഠിച്ചത്. നമ്മൾ ഇതുവരെ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, ബയോ സവാർട്സ് ലോ വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ച പോലെ തന്നെ ഒരു ചാർജ് പാർട്ടിക്കിളിനെ ഒരു ചാർജ് പാർട്ടിക്കിളിന് ചുറ്റിനും എന്തോ ഒരു ശക്തിയുണ്ട്. ആ ശക്തി തിരിച്ചറിയണമെങ്കിൽ വേറൊരു ചാർജ് പാർട്ടിക്കിളിൽ കയറ്റി കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റിനും ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്നും ആ അദൃശ്യ ശക്തി ശരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ആണെന്നും ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണെന്നുമുള്ള കാര്യമാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ലോയാണ് ബയോ സവാർട്സ് ലോ. അപ്പം ബയോ സവാർട്സ് ലോ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കൺസിഡർ ചെയ്യേണ്ടി വരും. ഞാൻ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കൺസിഡർ ചെയ്തു. നിങ്ങളുടെ പേന ഇങ്ങനെ മുകളിലോട്ട് നോക്കി ഇങ്ങനെ വെക്കുന്നതായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആ പേനയുടെ നിബിൻ്റെ ഡയറക്ഷനിൽ, മുകളിലോട്ടാണല്ലോ നോക്കുന്നത്, പേനയുടെ നിബിൻ്റെ ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെന്ന് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ 3 ഡയമെൻഷനിലായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ ചാപ്റ്റർ ഫുൾ 3 ഡയമെൻഷണൽ കൺസെപ്റ്റാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു പേന വെക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേന നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പേനയുടെ നിബ് മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലോട്ടാണ് കറണ്ട് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ തമ്പ് റൂൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? അതായത് നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ തമ്പ് റൂൾ, അതായത് നമ്മൾ പഠിച്ചായിരുന്നു തമ്പ് റൂൾ, നമ്മുടെ തമ്പ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ തമ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി വിരലെല്ലാം എന്ത് ചെയ്യും? ഇതിനെ ചുറ്റി തന്നെ ഇങ്ങനെ വരും, ഇല്ലേ? ഇതാണ് എൻ്റെ വിരൽ. കറണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ കണ്ടോ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. ശരിക്കും അത് ഇപ്പോഴത്തെ വെച്ച് നോക്കുന്ന സമയത്ത് ഓക്കെ, അതായത് ഇപ്പോഴത്തെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്.
തിരിച്ചാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചു വെച്ചത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വിരൽ വെച്ചിട്ട് 3 ഡയമെൻഷനായിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. എപ്പോഴും കറണ്ട് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ആ തമ്പിൻ്റെ ഡയറക്ഷൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ട് ബാക്കിയുള്ള വിരൽ ഇങ്ങനെ കേൾ ചെയ്ത് പിടിക്കുന്ന സമയത്ത്, കേൾ ചെയ്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം ഈ കണ്ടക്ടർ ഇതിൻ്റെ ഉള്ളിലാണ്, ഈ കണ്ടക്ടർ എൻ്റെ കൈയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ, നമുക്ക് ആ കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കിട്ടുന്നു, ഈ ഡയറക്ഷനിൽ കിട്ടുന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടും ഇല്ലേ. എങ്ങനെയാണ്? ഇവിടെ ഒന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇല്ലേ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എന്നാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടുമോ? എത്രയാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കിട്ടുമോ? ഇല്ല. മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പല വഴികളും നമ്മൾ ചെയ്തായിരുന്നു. അതായത് ഒരു ഇൻഫൈനൈറ്റ്ലി ചാർജ് ആയിട്ടുള്ള പ്ലെയിൻ ഷീറ്റ് മൂലമുള്ളതും ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ മൂലമുള്ളതും ഒരു കണ്ടക്ടിങ് സ്പിയർ മൂലമുള്ളതും ഒക്കെയുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് കണ്ടുപിടിച്ചായിരുന്നു. അതേപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടോട്ട് എടുത്തിടുക എന്നുള്ളേ ഉള്ളൂ. അത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്, ഇത് മാഗ്നറ്റിസം ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിന് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഉണ്ടാകുക. തിരിച്ചാണെങ്കിലോ, കറണ്ടിൻ്റെ ഡയറക്ഷൻ തിരിച്ചാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നെ ഇങ്ങനെയായിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. എനിവേ അതൊന്നും നമുക്കിപ്പോൾ നോക്കണ്ട. നമുക്കിപ്പോൾ നോക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇവിടെ ഒന്ന് വേണ്ട ഒരു r ഡിസ്റ്റൻസ് ദൂരെ ഞാൻ P എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഒബ്വിയസ്ലി നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആയിരിക്കുമല്ലോ പോകുന്നത്, 3 ഡയമെൻഷനിലായിട്ട് കൺസിഡർ ചെയ്യണേ. കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും പോകുന്നത് ഇല്ലേ, കോൺസെൻട്രിക് സർക്കിളായിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി P എന്ന് പറയുന്ന പോയിന്റിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ P എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പടം വരയ്ക്കുക, r ഡിസ്റ്റൻസ് കൊടുത്ത് P എന്ന് പറയുന്ന പോയിന്റ് വരയ്ക്കുക. അത് ഈ കണ്ടക്ടറുമായിട്ട്, അപ്പോൾ ഈ I എന്ന് പറയുന്ന കറണ്ടാണ് ഈ കണ്ടക്ടറിനകത്തൂടെ പോകുന്നത്. ഇതൊരു ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ളൊരു കണ്ടക്ടറാണ്, AB എന്ന് പറയുന്നൊരു കണ്ടക്ടറാണ്. ഇതൊരു വലിയ കണ്ടക്ടറാണ്. ഞാൻ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഒരിക്കലും ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ളൊരു കണ്ടക്ടറിൻ്റെ ഈ പോയിന്റിലുള്ള എഫക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇപ്പം ഞാനൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുക, അതിൻ്റെ അങ്ങേയറ്റം ആകാശത്തും ഇങ്ങേയറ്റം പാതാളത്തിലുമാണ്. പക്ഷേ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന പോയിന്റ് ഭൂമിയിലാണ്. ഒരിക്കലും ആകാശത്തുള്ള ആ പോയിന്റ് അല്ലെങ്കിൽ ആ ആകാശത്തുള്ള ആ കണ്ടക്ടറിൻ്റെ ആ ഭാഗം ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ ലോജിക്കലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായത് ചെറിയൊരു, അതായത് നമ്മൾ DS ചെറിയ സർഫസ് എടുത്ത പോലെ തന്നെ ഇതിൽ ചെറിയൊരു ലെങ്ത് എലമെന്റ് എടുക്കുകയാണ്, DL എന്ന് പറയും, സ്മോൾ ലെങ്ത്. എന്നിട്ട് ഈ ലെങ്ത് എലമെന്റിൽ കൂടെ ഒഴുകുന്ന കറണ്ട് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫിസിക്സിൽ ചെറിയ കാര്യങ്ങളെ D വെച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതായത് ചെറിയ ലെങ്ത് ആണെങ്കിൽ DL എന്ന് പറയും, ചെറിയ ഏരിയ ആണെങ്കിൽ DA എന്ന് പറയും, ചെറിയ സർഫസ് ഏരിയ ആണെങ്കിൽ DS എന്ന് പറയും, ഇനി ചെറിയ ഫോഴ്സ് ആണെങ്കിൽ DF എന്ന് പറയും, ഇനി ചെറിയ മൊമെൻറ്റോ ആണെങ്കിൽ DP എന്ന് പറയും, ഇനി ചെറിയ വെലോസിറ്റി ആണെങ്കിൽ DV എന്ന് പറയും, ഇനി ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ DX എന്ന് പറയും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഈ മൊത്തം കണ്ടക്ടർ ഇവിടെ ഉണ്ടാക്കുന്ന എഫക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മളൊരു ചെറിയ ലെങ്ത് എലമെന്റ് കൺസിഡർ ചെയ്യുന്നു, DL. ഓക്കെ, അപ്പോൾ ആ DL കൂടെ പോകുന്ന കറണ്ട്, എന്തായാലും കറണ്ട് ഒരു കണ്ടക്ടറിനകത്ത് പോയാലേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകത്തുള്ളൂ ഇല്ലേ. അപ്പോൾ ആ DL എന്ന് പറയുന്ന അത്രയും ഭാഗത്തൂടെ ഒഴുകുന്ന കറണ്ട് ആ P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ ഒരു ആംഗിൾ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഈ ആംഗിൾ കണ്ടോ, ഇവിടെ ആംഗിൾ കൂടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതെന്തുകൊണ്ടാണ് ആംഗിൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഈ കണ്ടക്ടറിൻ്റെ മൊത്തം ലെങ്ത് എല്ലാം നമ്മൾ വേണമെങ്കിൽ ഒന്ന് എടുത്തേക്കണം. ഈ കണ്ടക്ടറിൻ്റെ മൊത്തം ലെങ്ത് എല്ലാം ഒന്ന് എടുത്തേക്കണം. ഞാൻ ഈ വളച്ച് വരച്ചിരിക്കുന്നതേ ഉള്ളത് ഇൻഫൈനൈറ്റ്ലി ലോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഞാൻ മൊത്തം ലെങ്ത് എല്ലായിട്ട് എടുത്തു, അതിൻ്റെ ചെറിയൊരു ലെങ്ത് DL ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ താഴോട്ട് നിങ്ങൾ എഴുതേണ്ടത് കൺസിഡർ ബയോസവാർട്സ് ലോയ്ക്ക് ഈ കൺസിഡർ എന്നൊന്നും പറഞ്ഞ് എഴുതുക വേണ്ട. ഞാൻ താഴെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരാം, ഒരു ഇക്വേഷൻ തരാം, അത് മാത്രം എഴുതിയാൽ മതി, വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും എഴുതണ്ട. അപ്പോൾ കൺസിഡർ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ AB let DL be a small length element of current carrying. Consider a current carrying conductor AB. Let DL be a small length element of the current carrying conductor.
കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇനി therefore കറണ്ട് ത്രൂ നമുക്ക് ആ ഡി എല്ലിൽ കൂടെ പോകുന്ന കറണ്ട്, ടോട്ടൽ കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് ഐ. അങ്ങനെയാണെങ്കിൽ ഡി എല്ലിൽ കൂടെ പോകുന്ന കറണ്ട്, അതിനെയാണ് കറണ്ട് എലമെന്റ് എന്ന് പറയും. നോക്കിക്കോളൂ, therefore കറണ്ട് ത്രൂ the length element dl എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അത് ഐ ഡി എൽ എന്ന് എഴുതും. വിൽ ബി ഐ ഡി എൽ എന്ന് പറയും. ബ്രാക്കറ്റ് എഴുതുക, കറണ്ട് എലമെന്റ് എന്ന് പറയും. കറണ്ട് എലമെന്റ്. ഇനി ഒരെണ്ണം കൂടെ, ലെറ്റ് തീറ്റ ബി the angle between length element and position vector. Length element and position vector. Position vector R ആണ് കേട്ടോ. പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ റൂമിലാണല്ലോ ഇരിക്കുന്നത്. നിങ്ങളുടെ റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലോട്ട് നോക്കി, മുകളിലോട്ട് നിങ്ങൾക്ക് കാണാം. കോർണറിലോട്ട് നോക്കിയിട്ട് ആ കോർണറിൻ്റെ എല്ലാ പില്ലറും വന്ന് ജോയിൻ ചെയ്ത ആ ഭാഗം, അതിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് അങ്ങോട്ടേക്ക് ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ഒരു ലൈനെയാണ് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഇവിടെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എന്താ? ആ കണ്ടക്ടർ ഇന്ന് പിയിലോട്ട് വരയ്ക്കുന്ന ഒരു ലൈനാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്തെന്ന് വരയ്ക്കാം? അതിനെ നമുക്ക് ആർ, പൊസിഷൻ വെക്ടർ എന്ന് ആർ എന്ന് എഴുതാം. പൊസിഷൻ വെക്ടർ ആണ്. അതിനെ വേണമെങ്കിൽ വെക്ടർ ആർ എന്ന് വേണമെങ്കിൽ ഇട്ടേക്കണം, എന്നാലേ വെക്ടർ ആകത്തുള്ളൂ. ആറെന്ന് ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എപ്പോഴും ആലോചിച്ചോണം, ഈ നമുക്കറിയാം ഈ കണ്ടക്ടറിലൂടെ പോകുന്ന മൊത്തം കറണ്ട് എന്ന് പറയുമ്പോൾ ഐ ആണ്. അപ്പം അവിടെ ഉണ്ടാക്കുന്ന ആ മൊത്തം കറണ്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ബി വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ബി ഓക്കെ ആണല്ലോ. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഇ വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അപ്പം നമ്മൾ മൊത്തം കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ചെറിയൊരു ലെങ്ത് എലമെന്റ് കൺസിഡർ ചെയ്തിട്ട് അതിലൂടെ പോകുന്ന കറണ്ട് മുഖാന്തരം ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്. അപ്പം ചെറിയ ലെങ്ത് എലമെന്റിൽ കൂടെ പോകുന്ന കറണ്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് തന്നെയായിരിക്കും? ചെറുതായിരിക്കും എന്നുള്ള കാര്യം ഓർത്തോണം. അപ്പോൾ ഐഡിയൽ മൂലം ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതി വെക്കണം. ലെറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി എന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി ബി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നമ്മൾ കൂളംസ് ലോ പഠിച്ചില്ലേ കുഞ്ഞുങ്ങളെ? അവിടെ ആ കൂളംസ് ലോയുടെ മാഗ്നറ്റിലെ കൗണ്ടർ പാർട്ടാണ് വേണ്ടത്. അവിടെ കൂളംസ് ലോ പറയും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. ഇവിടെ മാഗ്നറ്റിസത്തിനകത്ത് നമ്മൾ എന്ത് പറയും? ഇലക്ട്രോ ഡൈനാമിക്സിനകത്ത് മാഗ്നറ്റിസത്തിനകത്ത് നമ്മളത് അവിടെ കൂളംസ് ലോ പറയുന്നത്, ഇവിടെ ബയോ-സവാർട്സ് ലോ പറയും. അവിടെ ഗോസസ് ലോയ്ക്ക് പകരം ഇവിടെ ആംപിയർ സർക്യൂട്ട് ലോ ഉണ്ട്. ഓക്കെ, എല്ലാം കണക്റ്റഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പം നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ ഈ ഡി ബി എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കിക്കോണം. അതായത് ഡി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു കണ്ടക്ടറിനകത്തൂടെ 2 ആംപിയർ കറണ്ട് കടത്തി വിടുക. അപ്പോൾ അതിന് ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. എന്നാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ആയിരിക്കുമോ അതേ കൂടെ ഒരു 10 ആംപിയർ കറണ്ട് കടത്തി വിടുമ്പോൾ? അല്ല, മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അപ്പം ഡി ബി ആ ചെറിയ ലെങ്ത് എലമെന്റിൽ കൂടെ പോകുന്ന കറണ്ട് കൂടുന്നതിനനുസരിച്ച് അവരുടെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. Therefore we can write dB is directly proportional to I. Similarly, dB is directly proportional to dl എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഞാൻ ഇത്രയുമാണ് ഡി എൽ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഡി എല്ലിൽ കൂടെ പോകുന്ന കറണ്ട് മുഖാന്തരം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഡി ബി. എന്നാൽ ഞാൻ ഈ ലെങ്ത് കൂട്ടുക. ഈ ലെങ്ത് കൂട്ടിയിട്ട് ഇതാണ് ഡി എൽ ആക്കുവാണെങ്കിൽ അത്രയും കൂടെ കറണ്ട് കൂടത്തില്ലേ? ആ കറണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും അപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ ഡി എൽ കൂട്ടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൂടും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതിനിടയ്ക്ക് ഞാൻ പറയുമെന്ന് വിചാരിക്കേണ്ട. ഡൗട്ട് ഉണ്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതൊന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, അടുത്തത് അതേപോലെ തന്നെ ഡി ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, അല്ല ഒരെണ്ണം കൂടെ എഴുതാം, ഡി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ എന്ന് എഴുതാം. അതായത് തീറ്റ മാറുന്നതിനനുസരിച്ച് ഡി ബി മാറും. കാരണം തീറ്റ 90 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ സൈൻ 0, അതായത് തീറ്റ 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആവും. തീറ്റ 0 ആവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാണെന്ന് അറിയാമോ? ഇപ്പോൾ ഇതേ കൂടെ കറണ്ട് പോവാണ്. ഇവിടെയാണല്ലോ നമ്മുടെ പോയിന്റ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ തീറ്റ എഴുതിയിരിക്കുന്നത്.
ഇതിപ്പം ലെങ്ത് എലമെൻറ്റും ഈ പൊസിഷൻ വെക്ടറുമായിട്ട് 90 ഡിഗ്രിയാണെന്ന് വിചാരിച്ചോ. എന്നാൽ ഈ പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ലെങ്ത് എലമെൻറ്റ് ഇവിടെ, പൊസിഷൻ വെക്ടർ ഇത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ ഇവിടെ 0 ആയിരിക്കും. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൈൻ ആംഗിളിനെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നതിനുള്ള കാരണം. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ, അതെല്ലാം കൂടെ ചേർത്തിട്ട് ഇക്വേഷൻ ആക്കാൻ നമുക്ക്. അപ്പോൾ ഡി ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു രണ്ട് ചാർജുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആണ്. ഇവിടെയും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇതിനെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇതിനെ ഇക്വേഷൻ 1 ആയിട്ട് കൊടുക്കാം, ഇത് 2 ആയിട്ട് കൊടുക്കാം, ഇത് 3 ആയിട്ട് കൊടുക്കാം, ഇത് 4 ആയിട്ട് കൊടുക്കാം. ഓൺ കമ്പൈനിങ് all the above equations നമുക്ക് എന്ത് കിട്ടും? ഡി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇത്ര എഴുതിയതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ഒരു കാര്യം പറഞ്ഞു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ചോദിച്ചോ. ആരോ മൈക്ക് ഓൺ ആക്കിയായിരുന്നു, ഡൗട്ട് ചോദിക്കാനാണെങ്കിൽ ചോദിച്ചോ. കുഞ്ഞുങ്ങളെ പെട്ടെന്നാട്ടെ. സാറേ ഒന്നുകൂടെ ഒന്ന് പറയാമോ? നെറ്റ്വർക്ക് പ്രശ്നമായോണ്ട് കേട്ടില്ലായിരുന്നു. മൊത്തം പറയണോ? യെസ് സാർ. അയ്യോ, ഓക്കെ, നോക്കിയോ. അതായത് സംഭവങ്ങളൊന്നും ഇല്ല. അതായത് നമ്മളൊരു കണ്ടക്ടറിനകത്തൂടെ നെറ്റ്വർക്ക് ഒത്തിരി കട്ടാകുവാണെങ്കിൽ നിങ്ങൾ എന്താണ് എന്നോടൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ ആ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് ക്ലാസ് ഞാൻ അയച്ചു തരാം, അത് നിങ്ങൾ കാണുക. ഓക്കെ, ഒത്തിരി, അതായത് ഇടയ്ക്ക് കുറച്ച് വല്ലതും ആണെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം നമ്മളിപ്പം അരമണിക്കൂർ എടുത്ത് പറഞ്ഞ സാധനങ്ങളാണ് നമ്മൾ വീണ്ടും ഒന്നുകൂടെ പറയേണ്ടതായിട്ടുള്ളത്. അത് ഞാൻ ജസ്റ്റ് ചുരുക്കി പറഞ്ഞു തരാം, ബാക്കി നിങ്ങൾ റെക്കോർഡഡ് വീഡിയോ കാണുമെന്നുള്ളേ. ഓക്കെ, നോക്കൂ. അപ്പോൾ നമ്മൾ ബയോസവാർട്സ് ലോ ആണ് പറയുന്നത്. ബയോസവാർട്സ് ലോ എന്ന് പറയുന്നത് നമ്മൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ലോ ആണ്. അപ്പം അത് കണ്ടുപിടിക്കാൻ നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കൺസിഡർ ചെയ്യുന്നു. അതിലൂടെ ഐ കറണ്ട് കടത്തി വിടുന്നു. എന്നിട്ട് ആ കണ്ടക്ടറിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് ദൂരെ പി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്തു. ഈ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് നമുക്കൊരിക്കലും ഈ മൊത്തം കണ്ടക്ടർ ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ അതുകൊണ്ട് ഇതിലെ ചെറിയൊരു ലെങ്ത്, ആ ചെറിയ ലെങ്തിനെ നമ്മൾ ഡി എൽ എന്ന് വിളിച്ചു. ടോട്ടൽ ലെങ്ത് എൽ ആണ്, ചെറിയ ലെങ്ത് ഡി എൽ ആണ്. ആ ഡി എല്ലിൽ കൂടെ പോകുന്ന ഐ ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഇവർ, അതായത് ഈ ലെങ്ത്, ഈ കണ്ടക്ടറിന്റെ ലെങ്തും ഈ പൊസിഷൻ വെക്ടർ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഈ ഡി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചെറിയ ലെങ്തിൽ കൂടെ പോകുന്ന കറണ്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും ചെറുതായിരിക്കും. ഫിസിക്സിൽ ചെറിയ കാര്യങ്ങളെ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്ന ഡി കൂട്ടിയായിരിക്കും. ചെറിയ ഫോഴ്സ് ആണെങ്കിൽ ഡി എഫ്, ചെറിയ വർക്ക് ആണെങ്കിൽ ഡി ഡബ്ല്യു, ചെറിയ വെലോസിറ്റി ആണെങ്കിൽ ഡി വി, ചെറിയ ഏരിയ ആണെങ്കിൽ ഡി എ, ചെറിയ സർഫസ് ഏരിയ ആണെങ്കിൽ ഡി എസ്, ചെറിയ ലെങ്ത് ആണെങ്കിൽ ഡി എൽ, ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡി എക്സ് എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചെറിയ ലെങ്തിലൂടെ ഒഴുകുന്ന കറണ്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും ചെറുതായിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതേപോലെ തന്നെ ആ ലെങ്ത് കൂട്ടിയാലും, അതായത് ഇപ്പം ഞാൻ കണ്ടക്ടറിലെ കണ്ടോ ഡി എൽ എന്ന് പറയുമ്പോൾ ഇത്രയും ലെങ്ത് എലമെന്റിൽ കൂടെ ഒഴുകുന്ന കറണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഞാൻ ലെങ്ത് കൂട്ടിയിട്ട് തന്നെ ഡി എൽ ഇത്രയും ആക്കുവാണെങ്കിൽ അത്രയും കൂടെ കറണ്ട് എന്ത് ചെയ്യും, ഇവിടെ എഫക്റ്റ് ഉണ്ടാക്കും. അപ്പം ഡി ബി എന്തിനും പ്രൊപ്പോർഷനല്ല, ഡി എല്ലിനും പ്രൊപ്പോർഷനാണ്. മൂന്നാമത് ആംഗിൾ, അതായത് സൈൻ തീറ്റയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതായത് ഇപ്പം ഇവിടെ ഇതാണ് നമ്മുടെ തീറ്റ, ഇതാണ് ആറ്, ഇതാണ് പി എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ നമ്മളിപ്പം ഇത് തീറ്റയാണ്, ഇതിപ്പോൾ തീറ്റ 90 ഡിഗ്രി ആയിട്ടായിരിക്കുന്നത്. ഈ പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സൈൻ 0, ഇത് 0 ആണ്, സൈൻ 0 0യാ. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് സൈൻ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നത്. അതായത് സൈൻ ആംഗിൾ കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൂടും. സൈൻ 0 ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, സൈൻ 1 ആണ് മാഗ്നറ്റിക് ഫീൽഡ് കൂടി, സൈൻ 2, സൈൻ 3, സൈൻ 4, സൈൻ 5 അങ്ങനെ സൈൻ 90 വരുമ്പോൾ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡായി. അപ്പോൾ അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനിയും ആ മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്റ്റൻസ് കൂടുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് വേണ്ടി ഇത്രയുമാണ്. അപ്പം ഈ ഡിസ്റ്റൻസ് ഞാൻ കൂട്ടുവാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനെല്ലാം കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി ബി
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IDL സൈൻ തീറ്റ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഒരിക്കലും പ്രപ്പോർഷണാലിറ്റി സൈൻ വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റി നമുക്ക് ഒരു ഈക്വൽ ടു സൈൻ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഞാൻ DB ഈസ് ഈക്വൽ ടു K ഇൻറ്റു IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാക്കുകയാണ്. ഓക്കെ, ഇവിടെ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K ഈസ് ദ കോൺസ്റ്റന്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി. K ഈസ് ദ constant of proportionality whose value is mu by 4 pi ആയിരിക്കും. അതുപോലെ തന്നെ ഈ mu എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? mu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിയബിലിറ്റി ഓഫ് മീഡിയം ആണ്. പെർമിയബിലിറ്റി ഓഫ് മീഡിയം. നമ്മൾ കഴിഞ്ഞ നമ്മൾ അവിടെ പഠിച്ചായിരുന്നു, എപ്സിലോണിനെ പറ്റി പഠിച്ചായിരുന്നു. എപ്സിലോൺ എന്ന് പറയുമ്പോൾ പെർമിറ്റിവിറ്റിയാണ്. എന്താണ് പെർമിറ്റിവിറ്റി? പെർമിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു മീഡിയത്തിലൂടെ ഇലക്ട്രിക് ഫീൽഡിനെ കടത്തി വിടാതിരിക്കുന്ന ടെൻഡൻസിനെയാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ 1/ε ആണ് നമ്മൾ എടുത്തത്. അതുകൊണ്ടാണ് ഈ കടത്തി വിടാത്തതിൻ്റെ റെസിപ്രോക്കൽ വന്നപ്പോൾ അത് കടത്തി വിടുന്ന കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡിനെ കടത്തി വിടുന്നതായിട്ട് നമ്മൾ അവിടെ പഠിച്ചത്. അവിടെ ഞാൻ ഓൾറെഡി ആ ചാപ്റ്റർ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരോട് ഞാനിത് ഓൾറെഡി അവിടെ വെച്ച് പറഞ്ഞതാണ്. അപ്പം ഇവിടെ പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു മീഡിയത്തിനകത്തൂടെ മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തി വിടാനുള്ള ടെൻഡൻസിനെയാണ് പെർമിബിലിറ്റി എന്ന് പറയുന്നത്. പെർമിബിലിറ്റി ഓഫ് മീഡിയം എന്ന് പറയുമ്പോൾ ആ മീഡിയം എത്രത്തോളം നന്നായിട്ട് ആ മീഡിയത്തിലൂടെ മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തി വിടുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇനിയും നമ്മൾ എയർ ആണെങ്കിൽ, ഇപ്പം നമ്മൾ മീഡിയം ആണെങ്കിൽ therefore DB മീഡിയം എന്താ? DB മീഡിയം ആണ്. മീഡിയം നമുക്ക് എങ്ങനെ എടുക്കാം? mu by 4 pi ഇൻറ്റു IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ. ഇനി എയർ ആണെങ്കിൽ, അതായത് if the medium is air ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? മ്യൂ മാറിയിട്ട് എന്താവുമെന്ന് അറിയാമോ? മ്യൂ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് അഥവാ എയർ ആണ്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ എയർ ആണ്. അപ്പം അത് നമുക്ക് അതിനൊരു വാല്യൂ ഒക്കെ ഉണ്ട്. അതായത് മ്യൂസീറോയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 pi ഇൻറ്റു 10⁻⁻⁷ ടെസ്ല മീറ്റർ പെർ ആംബിയർ ആണ്. ഇത് ഓർത്ത് വെച്ചോണം, യൂണിറ്റ് വരെ ഓർത്ത് വെച്ചോണം. അങ്ങനെയാണെങ്കിൽ therefore നമ്മുടെ ഇക്വേഷൻ എന്തായാലും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് എപ്പോഴും നമ്മൾ ബയോസവാർട്സിലൂടെ ഫൈനൽ ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മൾ ന്യൂമറിക്കൽ ചെയ്യുമ്പോഴൊക്കെ മ്യൂ0 വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്, മ്യൂ വെച്ച് നമ്മൾ ചെയ്യാറില്ല. DB ഈസ് ഈക്വൽ ടു µ0/4 pi IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. ഇതും ചില്ലിട്ട് വെച്ചേക്ക്, ഇതും ചില്ലിട്ട് വെച്ചേക്ക്. എഴുതാനുണ്ടെങ്കിൽ പറയാം, ഞാൻ ചെറുതാക്കി തരാം. എവിടെ എഴുതാനുള്ളതെന്ന് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ക്രിസ്റ്റ, ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അനഘ ഓക്കെ ആണോ? അനഘ എഴുതാനുണ്ടെങ്കിൽ പറയാ. ആർക്കെങ്കിലും എഴുതാനുണ്ടെങ്കിൽ പറയാ കേട്ടോ. പറയാ. ആരോൺ ഓക്കെ ആണോ? ആരോൺ, ആഷിമ, അഭിരാം. സർ ഓക്കെ.
Yes, sir. ഓക്കെ സാർ. ഓക്കെ, ആദിത്യ, അക്ഷിത്ത്, അലോന, രണ്ട് അലോനമാരും ഓക്കെ ആണോ? Yes, sir. ഓക്കെ. പിന്നെ അനന്യ, ഈ അമ്മിണി ജോർജ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ കയറിയത് ആരാ? ആരാ ആരാ? കേൾക്കുന്നില്ല. ആരാണെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ, മനസ്സിലായെങ്കിൽ ഓക്കെ. അനന്യ, ഏഞ്ചല്, അനുഗ്രഹം ഒന്നും പറഞ്ഞില്ലായിരുന്നു. അനുഗ്രഹ Okay, sir. ഓക്കെ. അശ്വിൻ, രണ്ട് Yes, sir. അശ്വിന്മാര്. ഓക്കെ സാർ. എൽവീന ഒക്കെ ആണോ? എൽവീന, അനീറ്റ, ഹന്ന, ജാനറ്റ്, Yes. Yes, ശ്രീജാന, sir. Yes, sir. ലറീസ. Okay. ഓക്കെ മേഘ. ഓക്കെ. മേഘയ്ക്ക് മനസ്സിലായല്ലോ. നിമിഷയൊക്കെ എങ്ങനെയുണ്ട്? നിമിഷ എന്ന് പറഞ്ഞു. നിമിഷ, ഷാരോൺ, നന്ദിത, ശ്വേത. Okay, sir. ഓക്കെ സാർ. Okay, നമ്മുടെ രണ്ട് ഷാരോൺമാരും പറയണേ. രണ്ട് ഷാരോൺമാരുണ്ട് പറഞ്ഞേ. okay, sir. ഓക്കെ. പാർത്ഥിപ്പിന് സംഭവങ്ങൾ കത്തിയോ? പാർത്ഥിപ്പ് ഇടയ്ക്ക് പോയിട്ട് വന്നായിരുന്നു. വന്നു. ശരി, അപ്പൊ ഇത് എഴുതിയെടുക്കാനുണ്ടെങ്കിൽ എഴുതിയെടുത്തോ, ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഓക്കെ, നമ്മൾ കൂളംസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കുക. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് പഠിപ്പിച്ച സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, അവിടെ കൂളംസ് ലോ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. കൂളംസ് ലോ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് F = 1/4πε0 Q1 Q2 / R² ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അവിടെ കൂളംസ് ലോ ഉള്ള പോലെ തന്നെയാണ് ഇവിടെ ബയോ സവാർട്സ് ലോ ഉള്ളതെന്നുള്ള കാര്യം ഓർക്കുക. അവിടെ ഫോഴ്സ് കണ്ടുപിടിക്കുന്നു, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം ഇവിടെ നമുക്ക് ഇതുവരെ അറിയാത്തൊരു കാര്യമായിരുന്നു ഒരു കണ്ടക്ടറിന്റെ ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമുക്കതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ അറിയായിരുന്നു തമ്പ് റൂൾ വെച്ചിട്ട്. ആ തമ്പ് റൂൾ വെച്ചിട്ട് നമ്മൾ തമ്പിൻ്റെ ഡയറക്ഷൻ കറണ്ടിൻ്റെ ഡയറക്ഷനാണ്, ബാക്കി കേൾ ചെയ്തിരിക്കുന്ന ഫിംഗറിൻ്റെ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് അറിയാമായിരുന്നു. പക്ഷേ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് ആയിരുന്നു നമ്മുടെ ഇന്നത്തെ അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയും നമ്മൾ അവിടെ കൂളംസ് ലോയുടെ വെക്റ്റർ ഫോം നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? 1/4πε0 Q1 Q2 / R12² × R12 ക്യാപ്പ് എന്നും, അതേപോലെ തന്നെ 1/4πε0 Q1 Q2 / R21 × R21² × R21 ക്യാപ്പ് എന്നും ഞാൻ പഠിപ്പിച്ചു തന്നായിരുന്നു. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ബയോ സവാർട്സ് ലോയ്ക്കും ഒരു വെക്റ്റർ ഫോം ഉണ്ട്. അപ്പോൾ അതാണ് അടുത്ത പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, വെക്റ്റർ ഫോം ഓഫ് ബയോ സവാർട്സ് ലോ. അതാണ് അടുത്ത ഹെഡിങ് എഴുതുന്നത്, വെക്റ്റർ ഫോം ഓഫ് ബയോ സവാർട്സ് ലോ. വെക്റ്റർ ഫോം ഓഫ് ബയോ സവാർട്സ് ലോ. വെക്റ്റർ ഫോം ഓഫ് ബയോ സവാർട്സ് ലോ. ബയോ സവാർട്സ് ലോ. അപ്പം നമ്മൾ എന്താ ചെയ്യാം? നമുക്കറിയാം നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, ചെറിയ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ചെറിയ ലെങ്ത് എലമെന്റ് മുഖാന്തരം ഉണ്ടാക്കുന്ന, ലെങ്ത് എലമെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയ കറണ്ട് എലമെന്റ്, ചെറിയ ഐഡിയൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും ചെറുതായിരിക്കും. അപ്പം dB = μ0 / 4π IDL sin θ / R² ആയിരുന്നു നമ്മുടെ സ്കെയിലാർ ഫോം ഓഫ് ഇക്വേഷൻ. എന്നാൽ വെക്റ്റർ ഫോം ഓഫ് ഇക്വേഷൻ ഏതാണ്? നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ അറിയാം. ഏതായിരുന്നു ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്? ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ളത് എന്തായിരുന്നു? തമ്പ് റൂൾ ആയിരുന്നു അല്ലേ? പക്ഷെ തമ്പ് റൂൾ അല്ല ഇനി മൂലം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. പകരം നമ്മൾ ഉപയോഗിക്കുന്നത് സ്ക്രൂ റൂളാണ് മാഗ്നറ്റിക് ഫീൽഡിലെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഇത് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ളൊരു സംഭവം ഞാൻ പറയാം. നിങ്ങൾ 2 പേനയൊക്കെ നിങ്ങൾ എടുത്ത് വെച്ചേക്ക്, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പറയാം. ഓക്കെ, ഇനി ഇതിൻ്റെ വെക്റ്റർ ഫോം കണ്ടുപിടിക്കാൻ വേണ്ടി, വെക്റ്റർ ഫോം എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, അല്ലയോ? ഓക്കെ,
അപ്പം നമ്മൾ ഇതിൻ്റെ വെക്ടർ ഫോം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡിവൈഡിങ് ആൻഡ് മൾട്ടിപ്ലൈയിങ് ബൈ ആർ, ഡിവൈഡിങ് ആൻഡ് മൾട്ടിപ്ലൈയിങ് ബൈ ആർ. നമ്മൾ മുകളിലും താഴെയും എന്ത് ചെയ്യുക, ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യാൻ പോവാം. അപ്പം ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π IDL സൈൻ തീറ്റ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ r² ഇൻറ്റു ആർ. മുകളിലും താഴെയും ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു. ഇനിയും ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π IDL ഞാൻ എന്താക്കുന്നു, ആർ അകത്തോട്ട് എടുക്കുന്നു, ആർ സൈൻ തീറ്റ എന്ന് എഴുതുന്നു, ഡിവൈഡ് ബൈ എന്താ, ഇത് ഞാൻ r³ എന്നാക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിച്ചപ്പോഴും എല്ലാം പറഞ്ഞതാണ്, വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബിനെ നമുക്ക് എ ബി സൈൻ തീറ്റ എന്ന് എഴുതാമെന്നും വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബിനെ നമുക്ക് എ ബി കോസ് തീറ്റ എന്ന് എഴുതാമെന്നും നമ്മൾ പറഞ്ഞായിരുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ വെക്റ്റർ എ ഇവിടെ നോക്കിയേ, അപ്പം എ ബി സൈൻ തീറ്റനെ നമുക്ക് തിരിച്ച് നോക്കുവാണെങ്കിൽ വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി എന്ന് എഴുതാമല്ലോ. അതേപോലെ നോക്കി, ഈ ഡി എൽ എന്ന് പറയുന്ന ലെങ്താ ഒരു വെക്ടറാണ്, റേഡിയസ് എന്ന് പറയുന്ന ഒരു ലെങ്താണ് വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും വെക്ടർ ക്വാണ്ടിറ്റിയാണ്. രണ്ട് വെക്ടർ ക്വാണ്ടിറ്റിയെ ഞാൻ എന്ത് ചെയ്യുന്നു, സൈൻ തീറ്റ വെച്ച് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വെക്ടർ ഫോമായി ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π IDL ക്രോസ് ആർ ഡിവൈഡഡ് ബൈ r³. ഇതാണ് വെക്ടർ ഫോം. അപ്പം നിങ്ങൾ നോക്കി, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചായിരുന്നു വെക്റ്റർ. ഇത് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇത് നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്കിലോട്ടാണ് നമ്മൾ ഇനി കയറാൻ പോകുന്നത്. അതായത് ഇത് 3 ഡയമെൻഷനായിട്ടൊക്കെ കൺസിഡർ ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾക്ക് എന്താണോ അറിയാത്തത്, എന്താണോ മനസ്സിലാക്കാത്തത്, എവിടെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൻ്റെ കണക്ഷൻ വിട്ടുപോയത്, എവിടം വരെ നിങ്ങൾക്ക് മനസ്സിലായത് എല്ലാം നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് എന്നോട് പറയുക. എന്നാലേ എനിക്ക് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ പറ്റുള്ളൂ. അത് നല്ല പാടാണ്. ഇതുവരെ പഠിച്ചത് അതുപോലെയാണ് നിങ്ങൾ കരുതരുത്. കുറച്ച് മനസ്സിലാക്കാൻ പാടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് ഇത് നന്നായിട്ട് പഠിക്കുക. ഞാൻ ഓൾറെഡി നേരത്തെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചായിരുന്നു. അതായത് നിങ്ങളുടെ കയ്യിൽ 2 പേനയുണ്ടോ? നിങ്ങളുടെ കയ്യിൽ 2 പേനയുണ്ടോ? 2 പേന എടുത്തേ. 2 പേന എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പിടിക്കാം അല്ലേ? ഇങ്ങനെ ഒന്ന് പിടിക്കുകയാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ എ ആയിട്ടും എടുക്കുക, ഇത് നിങ്ങൾ ബി ആയിട്ടും എടുത്തിട്ട് എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എയിൽ നിന്ന് ബിയിലോട്ട് കറക്കണം. എന്തിനാണെന്നറിയോ, നിങ്ങൾ ഇപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആക്കുവാണ്. അതായത് ഇങ്ങനെ ഇരിക്കുന്ന സാധനം, ബി പോലെ ഇരിക്കുന്ന സാധനം ഞാൻ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ ആക്കുന്നു. ഓക്കെ, അപ്പം എ ക്രോസ് ബി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടും ഇങ്ങോട്ടാണ് എ ക്രോസ് ബി. അത് എവിടെ കൊണ്ടുവച്ചാൽ കറക്കുന്നതെന്ന് അറിയാമോ? ഇതിൻ്റെ രണ്ടിൻ്റെയും ജോയിൻറ്റില്ലേ, ആ ജോയിൻറ്റിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് കറക്കണം. ഈ പ്ലെയിൻ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ട് വെച്ച് വേണം നമ്മൾ കറക്കാൻ. അങ്ങനെ നമ്മൾ കറക്കുമ്പം വലത്തോട്ട് കറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതായത് ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് വെച്ചിട്ട് കറക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ സ്ക്രൂ ഡ്രൈവർ അകത്തോട്ട് കയറിപ്പോകും. അപ്പം അതായത് ഇതിൻ്റെ റിസൾട്ടൻ്റ് ഏതാണോ അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും, അകത്തോട്ട് കയറി. ഇനിയും നിങ്ങൾക്ക് ഇപ്പോൾ എ ക്രോസ് ബി ആണ് ചെയ്തത്, ഇനിയും ബി ക്രോസ് എ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വെച്ചിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനെ കറക്കുമ്പോൾ എന്തായിരിക്കും, സ്ക്രൂ ഡ്രൈവർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനെ കറക്കുമ്പോൾ സ്ക്രൂ ഡ്രൈവർ ഇറങ്ങി തന്നെ ഇങ്ങോട്ടേക്കായിരിക്കും വരുന്നത്. അതായത് സിമ്പിളായിട്ട് ഇത് ഇപ്പം ഞാൻ ഈ കാണിച്ചത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഈ കാണിച്ചത് മനസ്സിലാകാത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. ആരായിരുന്നു അത്? ആരായിരുന്നു പറഞ്ഞത്? ജനറ്റ്. ജനറ്റ് ഇവിടെ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു അത്? ഇല്ല. വെക്ടർ എ ക്രോസ് ബി ഒക്കെ പഠിപ്പിച്ചപ്പോൾ അതോ ഓൺലൈൻ ആയിരുന്നു കയറി? ഓഫ്ലൈൻ. ഓഫ്ലൈൻ. അപ്പൊ ഞാൻ കാണിച്ചു തന്നായിരുന്നു തോന്നുന്നല്ലോ ഇങ്ങനെയൊക്കെ വെച്ച്. എനിവേ അത് പോട്ടെ, അതൊന്നും കുഴപ്പമില്ല, നോക്കിക്കോളൂ. ഞാൻ ഇവിടെ ഇത്ര എഴുതിയല്ലോ നിങ്ങൾ. ഞാൻ ഇതൊരു പേപ്പറാന്ന് വിചാരിക്കുക. ഞാൻ ഇതൊക്കെ വരച്ച് അന്ന് കാണിച്ചു തന്നാ. ഇതൊരു പേപ്പറാന്ന് വിചാരിക്കുക. ഈ പേപ്പർ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വെക്ടർ ഞാൻ തന്നെ ഇങ്ങോട്ട് വരച്ചിരിക്കുകയാണ്. ആ പേപ്പറെ വരച്ചിരിക്കുകയാണ്. ഒരു വെക്ടർ ആ പേപ്പറെ തന്നെ ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. ആ പേപ്പറിൻ്റെ പ്ലെയിനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു വെക്ടറുടെ ഡയറക്ഷൻ ഇങ്ങോട്ടും ഒരു വെക്ടറുടെ ഡയറക്ഷൻ ഇങ്ങോട്ടുമാണ്. ഒരു സെക്കൻഡ് നിങ്ങളെ